വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, അതായത് ഒരു 15 മിനിറ്റിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 2 കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഈ ടിപ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റും കൂടി പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൺസീവ് ആകാനായിട്ട് അതിലൂടെ സാധിക്കും കേട്ടോ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ ചാനലിൽ കമൻസ് ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്ക് 24 hours ചാനലിലെ കമൻറ്റിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ട്. അതിൻ്റെ ടൈം എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഓരോ ദിവസവും ലൈവിൻ്റെ ടൈം ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഡയറക്റ്റ് ലൈവ് വരെയാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് ചോദിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് സാധ്യതയുള്ള ടൈമാണ് നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തിന് മുന്നോടിയായിട്ട് ഒരു 4 ദിവസമൊക്കെ മുൻപ് മുതൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മൾ സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് ഒരു ദിവസം ഓവുലേഷൻ ഡേറ്റിന് കണ്ടുപിടിക്കുമെങ്കിലും ചിലപ്പോൾ തലേ ദിവസമോ ചിലപ്പോൾ പിറ്റേ ദിവസമോ ആയിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓവുലേഷൻ ഡേറ്റ് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവുലേഷൻ ടൈമിന് ഒരു 4 days മുൻപൊക്കെ മുതൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. കൃത്യം ഓവുലേഷൻ ഡേറ്റ്, ഓവുലേഷൻ അതിനേക്കാൾ ഒരു 4 ദിവസം മുൻപ് മുതൽ കോണ്ടാക്ട് ചെയ്യുക, കൃത്യം ഡേറ്റ്, ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2 ദിവസം. അങ്ങനെയാണ് നോർമലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സും അങ്ങനെ എല്ലാവരും തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ ബീജം നമ്മുടെ സ്ത്രീ ശരീരത്തിൽ കുറഞ്ഞത് 5 ദിവസം വരെയെങ്കിലും കൃത്യമായിട്ട് നിലനിൽക്കും. അതുകൊണ്ടാണ് ആ ഒരു ടൈം പീരീഡിനകത്ത് എപ്പോഴെങ്കിലും എഗ് റപ്ചർ ആയിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് തമ്മിൽ ചേരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൃത്യം ഓവുലേഷൻ ഡേറ്റ് അറിയാവുന്ന ആളുകൾക്ക് സൈക്കിൾ ലെങ്ത് നോക്കിയിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അല്ലാത്ത ആളുകൾ, ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാകാത്ത ആളുകളും അതുപോലെ ഓരോ മാസവും ഡിഫറൻ്റ് ആയിട്ടാണ് പീരീഡ്സ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പീരീഡ്സ് വന്ന ഒരു ഡേറ്റ് അറിയാലോ. പീരീഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്ത മാസം നമ്മൾ എപ്പോഴാണോ പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാൾ ഒരു 10 ദിവസം മുൻപ് വരെ അതിനുള്ളിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവുലേഷൻ ഡേറ്റ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം ഈ ഒരു കോണ്ടാക്ട് ഡെയിലിയോ അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവിലോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പലർക്കും ഡെയിലി ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല, താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു 48 hours കൂടുമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓവുലേഷൻ ഡേറ്റിൽ ഒരു ദിവസം മാത്രം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് കുറച്ചൊന്ന് കുറവാണ്. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ ടൈം പീരീഡിൽ, നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 15 minutes അങ്ങനെ തന്നെ നമ്മൾ ബെഡിൽ കിടക്കണം. എഴുന്നേൽക്കാനോ പെട്ടെന്ന് എഴുന്നേറ്റ് യൂറിനേറ്റ് ചെയ്യാൻ പുറത്ത് പോകാനായിട്ടോ പാടില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു കുപ്പി വെള്ളം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. അത് ഓവുലേഷൻ ടൈം പീരീഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫെർട്ടൈൽ ടൈം പീരീഡിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കോണ്ടാക്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ, അതായത് 28 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാൾക്ക് 14ാമത്തെ ദിവസം ഓവുലേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓവുലേഷൻ ഉള്ള ഒരാൾ ഈ 14ാമത്തെ ദിവസം ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു അരക്കുപ്പിയോ ഒരു 1/2 ലിറ്റർ വെള്ളമോ 1 ലിറ്റർ വെള്ളമോ നിങ്ങൾ കൊണ്ടുവന്ന് റൂമിൽ വെക്കുക. കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു വെള്ളം ചെറു ചൂടുവെള്ളമായിരിക്കണം. ഒരുപാട് തണുത്തതോ ഒരുപാട് ചൂടുള്ളതോ അല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചെറു ചൂടുവെള്ളം നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ ബോട്ടിൽ വെക്കുക. അതിനുശേഷം ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആവുള്ളൂ രണ്ടുപേരും. അതിനുശേഷം സ്ത്രീ ആ ബെഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് ചാരിയിരിക്കുക. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചാരിയിരിക്കുക. 1/2 ലിറ്റർ വെള്ളം, അതായത് ഒരു 500 ml കുപ്പിയിൽ ഒരു സ്റ്റീൽ ബോട്ടിൽ എടുത്ത് വെക്കണം കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലിൽ വാം വാട്ടർ എടുക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വേറെ എന്തെങ്കിലും ജഗ്ഗോ നിങ്ങൾ അടുത്ത് വെക്കുക. അതിനുശേഷം ഈ വെള്ളം മുഴുവൻ 1/2 ലിറ്റർ വെള്ളം മുഴുവൻ നിങ്ങൾ കുടിച്ചു തീർക്കുക. ഈ വാം വാട്ടർ കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോർമലി നമ്മൾ വെള്ളം കുടിക്കുന്നതിനേക്കാളും നമ്മൾ ചെറു ചൂടുവെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ, അത് 1/2 ലിറ്റർ ചെറു ചൂടുവെള്ളമൊക്കെ നമ്മൾ കുടിക്കുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ആകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഡൈല്യൂട്ട് ആവുന്നതിനനുസരിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ചൂടുള്ള വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ
വരുമ്പോൾ അത് ഈ സമയത്ത് ഫോളോ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല രീതിയിൽ ഡൈലേറ്റ് ചെയ്ത് ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിലോട്ടും ഓർഗൻസിലോട്ടും കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുന്നതിന്റെ പർപ്പസ്. ഇനി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത്, ഒരു 1 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കുന്നത് രാത്രി സമയത്താണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഓവുലേഷൻ ടൈം പീരീഡിൽ ഒരു മോർണിംഗ് ടൈമിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. മോർണിംഗ് ടൈമിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. രാത്രി ഒരു 1 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകും, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മോർണിംഗ് ടൈമിൽ മാത്രം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പൊസിഷനിൽ പലപ്പോഴും പലരും ഒരു കോണ്ടാക്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഒന്നുകിൽ ലെഗ് അപ്പ് ദ വാൾ പോസ് അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ്. ഇത് രണ്ടിൽ നിന്നും മാറ്റിയിട്ട് ഇതിനോടൊപ്പം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു പോസും കൂടിയാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇത് മൂന്നും നിങ്ങൾ ഒറ്റയടിക്ക് ചെയ്യണമെന്ന് പറയില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ലെഗ് അപ്പ് ദ വാൾ പോസ് കോണ്ടാക്ട് ചെയ്തതിന് 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹാപ്പി ബേബി പോസ് ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞ് 15 മിനിറ്റ്സിന് ഉള്ളിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. കോണ്ടാക്ട് കഴിഞ്ഞ് രണ്ടുപേരും സെപ്പറേറ്റ് ആകുന്ന ആദ്യത്തെ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം. അത് ആ ഒരു പൊസിഷനിൽ ചാരി ഇരുന്നിട്ട് വേണം നിങ്ങൾ കുടിക്കാനായിട്ട്. അതിനുശേഷം ആ വെള്ളം ഒന്ന് കുടിച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഹാപ്പി ബേബി യോഗ പോസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ യോഗ പോസ് ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ 2 കാലുകളും ഉയർത്തി നമ്മൾ കൈ വെച്ചിട്ട് ആ കാലിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പെൽവിക്കിന്റെ ഭാഗവും ലോവർ അബ്ഡോമൻ പോർഷനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് രണ്ടും നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വികസിച്ചിട്ടുള്ള പോസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വികസിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസിയും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇജാക്കുലേഷൻ സംഭവിച്ചു, ശരീരത്തിനകത്തേക്ക് സ്പേം സെൽസ് കടന്നു. ഈ സ്പേം സെൽസ് കൃത്യമായിട്ട് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് അതിനെ ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, യൂട്രസിനകത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ശരീരത്തിലുണ്ട്. സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രശ്നം, അതുപോലെ മറ്റുള്ള ശരീരം ബോഡി നശിപ്പിച്ച് കളയുന്നതിന്റെ പ്രശ്നം, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നത് നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നതിനും അത് നല്ല ഫോഴ്സിൽ പോകുന്നതിനും അതുപോലെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് സ്പേമിനെ കൃത്യമായിട്ട് യൂട്രസിലോട്ട് എത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് ഒരുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു യോഗ പോസ് നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നത്. മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ യോഗ പോസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകുന്നതിനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ഈ ഡൈല്യൂട്ട് ആകുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് വഴിയാണ് ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താകും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് ആ സ്ട്രെസ്സൊക്കെ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു ബെനിഫിറ്റ് ഈ ഒരു യോഗ പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഭാവിയിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമുള്ളവർക്ക് അതൊരു പരിധി വരെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി എത്ര മിനിറ്റ് ഈ ഒരു യോഗ പോസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സിനകത്ത് നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക കേട്ടോ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓക്സിജൻ നല്ലോണം ശരീരത്തിനകത്തേക്ക് എത്തും. ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ ടിപ്പും രണ്ടാമത് പറഞ്ഞ ടിപ്പും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഓവുലേഷനിൽ തന്നെ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കുന്നു. ഈ ഒരു എക്സസൈസ് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, പ്രഗ്നൻസിയുടെ ബ്ലീഡിംഗ് നിൽക്കുന്ന സമയം മുതൽ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണത്. ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനൊരു സിറ്റുവേഷനോ ഒന്നും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഈ ഒരു എക്സസൈസിൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം ലെഗ് അപ്പ് ദ വാൾ എക്സസൈസോ ബട്ടർഫ്ലൈ എക്സസൈസോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന
കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഓവറിയിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള സമയത്ത് ചെയ്യുന്നത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും വയറ് ഹെവി ആയി എന്നറിയുന്ന രീതിക്ക് നിങ്ങൾ കുടിക്കരുത്. ഒരു 2 ഗ്ലാസോ അല്ലെങ്കിൽ 3 ഗ്ലാസോ വെള്ളം കൊള്ളുന്ന രീതിക്ക് നിങ്ങൾ കുടിച്ചാൽ മതി. ഒരു 1/2 ലിറ്ററിന്റെ കുപ്പിയിൽ മാക്സിമം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അത്രയും നിങ്ങൾ കുടിച്ചാൽ മതി. ഇനി ഒരു ഗ്ലാസ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത്രയും മാത്രം നിങ്ങൾ ആ ഒരു ചെറു ചൂടുവെള്ളം കുടിക്കുക. അതല്ലാതെ വയറ് ഒരുപാട് ഹെവി ആയിട്ട് നിറച്ചിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ് നീടി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.